ഹലോ എവരി വൺ, ഷാനിഫ് ഹിയർ. ഇന്ന് ഓട്ടോകാഡ് ടിപ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ചെറിയ രണ്ട് ടൂളുകളെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ടെക്സ്റ്റ് മാസ്ക് എന്നുള്ളൊരു ടൂളും മറ്റൊന്ന് ടി സർക്കിൾ എന്നുള്ളൊരു ടൂളുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഡെസ്ക് ടോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. അതുപോലെ തന്നെ ഓട്ടോകാഡ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ പ്ലാൻ. ആദ്യം നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് മാസ്ക് എന്നുള്ളൊരു ടൂളാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് മാസ്ക് എന്ന് വെച്ചാൽ സാധാരണ ഇതൊരു ഓപ്പൺ ടെറസിന്റെ സ്പേസ് ആണ് ഇപ്പം നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ കാണുന്നുള്ളത്. ഡെസ്ക്ടോപ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓട്ടോകാഡിൽ നമ്മളിപ്പം കാണുന്നുള്ളത് ഒരു ഓപ്പൺ ടെറസ് ഹാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത് എന്ത് ചെയ്യണം, ഇതൊരു ടെറസിന്റെ സ്പേസ് ആണെന്നുള്ളത് കാണിക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ടെക്സ്റ്റ് എന്നുള്ള ടൂൾ വെച്ചിട്ട് ഒരു ടൈപ്പ് ചെയ്യാന്ന്. ദിസ് ഇസ് ഓപ്പൺ ടെറസ്, അതായത് ഇത് ഓപ്പൺ ടെറസ് ആണെന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്പേസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് ആണ് ഒരു ഹാച്ചിന്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഒരു ടെക്സ്റ്റ് ഹാച്ചിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഹാച്ച് ഇങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, മീൻസ് ഹാച്ചിന്റെ മുകളിൽ തന്നെ ആയിരിക്കും ടെക്സ്റ്റ് പോകുന്നുണ്ടാവും. എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഹാച്ചസ് മൊത്തം ടെക്സ്റ്റിന്റെ സൈഡായിട്ട് നിൽക്കണം. എങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് മാസ്ക് എന്നുള്ളൊരു ടൂൾ ഉപയോഗിക്കാം. അതിനായിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് മാസ്ക് എന്ന് കമാൻഡ് പാനലിൽ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് മാസ്ക് എൻ്റർ. ദെൻ ഏത് ടെക്സ്റ്റ് ആണെന്ന് നമുക്ക് മീൻസ് മാസ്ക് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. ദെൻ അഗെയിൻ എൻ്റർ ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തു എൻ്റർ ചെയ്യും. സോ ഇതുപോലെ എന്ത് ചെയ്യും, ആ സ്പേസ് ഇതുപോലെ മാസ്ക് ചെയ്തിട്ടാണ് വരാം. സോ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടൂൾ എന്നുള്ളത്. ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഹാച്ചിന്റെ മുകളിൽ മാസ്ക് ചെയ്യുക എന്നുള്ള ടൂൾ. നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ടൂൾ എന്നുള്ളത് Tcircle എന്നുള്ള ടൂളാണ്. ചില കാര്യങ്ങൾ, അതായത് ചില നമ്പേഴ്സോ അതല്ലെങ്കിൽ ലെറ്റേഴ്സോ അതല്ലെങ്കിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ള സ്പേസസ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ ഈ ഒരു ടെക്സ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നോർമലി നമ്മൾ ചെയ്യും, ഒരു ടെക്സ്റ്റ് വരക്കും. എന്നിട്ട് ആ ടെക്സ്റ്റിന്റെ സെന്ററിൽ എന്ത് ചെയ്യും, ടെക്സ്റ്റ് എഴുതാറാണ് പതിവ്. മേ ബി സെന്റർ പോയിന്റ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഓൾറെഡി എഴുതിയ ഒരു ടെക്സ്റ്റിലേക്ക് എങ്ങനെയാണ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്ലോട്ട് വരക്കുക എന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ Tcircle എന്നുള്ള ടൂൾ. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു D1 എന്നുള്ളത് എന്ത് ചെയ്യണം, സർക്കിളിൽ ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ Tcircle എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാം. Tcircle എൻ്റർ. ദെൻ നമ്മളോട് പറയും സെലക്ട് ഒബ്ജക്ട്. ഏത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ആണ് സർക്കിളിൻ്റെ ഉള്ളിൽ വരേണ്ടത്. സോ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് എത്ര വേണം. ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിന് ചുറ്റും അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന് സൈഡിലേക്ക് എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ് വേണ്ടത്. ആ ടെക്സ്റ്റും മീൻസ് ആ സർക്കിളിന്റെ ഔട്ടർ സർഫേസും അതുപോലെ തന്നെ ടെക്സ്റ്റും തമ്മിൽ എത്രയാണ് ഗ്യാപ്പ് വേണ്ടതെന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് 0.5. എൻ്റർ. ദെൻ നമ്മളോട് ചോദിക്കും ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കമാൻഡ് പാനലിൽ നമുക്ക് കാണാം സർക്കിൾ, സ്ലോട്ട്, റെക്ടാങ്കിൾ. എനിക്ക് ആവശ്യം സർക്കിൾ ഷേപ്സ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ദെൻ എന്നോട് ചോദിക്കും കോൺസ്റ്റന്റ് എന്ന വേരിയബിൾ ആണ്. നോർമലി നമുക്കത് കോൺസ്റ്റന്റ് മതി, വേരി ചെയ്യാനില്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരാം. സോ ഈ ഒരു ടൂളാണ് നമ്മൾ Tcircle എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് പാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. CAD സെന്റർ കാസർഗോഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ടിപ്സ് അതുപോലെ തന്നെ മീൻസ് എന്താണ് CAD സെന്ററിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.